ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ സ്വാദിഷ്ടമായ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജ് പുലാവാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, തക്കാളി. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് അരമുറി തക്കാളി എടുത്തിട്ടുള്ളൂ. നല്ല പുളിയുള്ള തക്കാളിയാണ്, അതുകൊണ്ടാണ്. എത്ര നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ടോ അതനുസരിച്ചിട്ട് വേണം സാധനങ്ങൾ എടുക്കാനായിട്ട്. വെള്ളം അടുപ്പേ വെച്ചു. അരി വേവിക്കാനാണ്. അതിലേക്ക് നമ്മുടെ ബേ ലീഫ്, ഗ്രാമ്പൂ, ഏലയ്ക്ക, കറുവപ്പട്ട ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറുവപ്പട്ട ചേർക്കാം. അതെല്ലാം കൂടെ ചേർത്ത് ശകലം നാരങ്ങാ നീരൊഴിച്ച് പിന്നെ ഒരു കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ഉപ്പും ഇട്ട് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കുന്നു. വെള്ളം തിളച്ചതിന് ശേഷം നമ്മളതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി, ഏതരിയാണോ ഉപയോഗിക്കുന്നത് ആ അരി ഇടാം. ഞാനിവിടെ സോനാ മസൂരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ബസ്മതി റൈസ് ഉപയോഗിക്കാം, കൈമ അരി ഉപയോഗിക്കാം, പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ല പച്ചരി, അതായത് പശ കെട്ടാത്ത പച്ചരി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഏതാണോ നമ്മുടെ കയ്യിലുള്ള അരി അത് ഉപയോഗിക്കാം. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തീ കുറച്ച് വെച്ച് അത് പതിയെ അവിടെ ഇരുന്ന് വേകട്ടെ. അത് വേവുമ്പോഴേക്കും ഒരടുപ്പിൽ പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിക്കാം. ഇവിടെ നെയ്യ് എൻ്റെ മോൻ അലർജി ആയതുകൊണ്ട് ഞാൻ നെയ്യ് ഒഴിച്ചില്ല, സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്ന ജീരകം ചേർത്ത് ജീരകം ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഉള്ളത് ആ വെജിറ്റബിൾസൊക്കെ ഇടാം. കോളിഫ്ലവർ വേണമെങ്കിൽ ഇടാം, അതുപോലെ ബീൻസ്, പൊട്ടറ്റോ, ക്യാരറ്റ് ഒക്കെ ഇടാം. ഞാനിവിടെ ഇപ്പോൾ ആദ്യം ഇത് 2 ഇട്ടത്, ക്യാരറ്റും ഉരുളക്കിഴങ്ങും. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി 2-3 മിനിറ്റ് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് അതും കൂടെ ചേർത്തു. അപ്പോൾ അതിന് വേവ് കുറവാണല്ലോ ഫ്രോസൺ ഗ്രീൻ പീസിന്. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന ആ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും മല്ലിയിലയും കൂടെ നന്നായി അരച്ചതാണ്. അത് ആ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്തു. ഇച്ചിരി വെള്ളം ചേർത്ത് അരയ്ക്കാം. ചേർത്തു. അതിനുശേഷം നമുക്ക് ഇച്ചിരി ഗരം മസാലപ്പൊടി അതും കൂടെ ചേർത്തു. അടച്ചു വെച്ചു. തീ കുറച്ച് വെച്ചിട്ട് അത് അവിടെ ഇരുന്ന് വേവട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അന്നേരം കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്തു. ഉപ്പ് ചേർക്കാൻ ആദ്യം മറന്നു പോയിരുന്നു, പിന്നെ ചേർത്തത്. ആദ്യം വേണേലും ചേർക്കാം. പതിയെ തീ കുറച്ച് വെച്ച് അത് അവിടെ ഇരുന്ന് വേകട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടി കരിഞ്ഞ് പിടിക്കരുത്. കഷ്ണങ്ങൾ വേവാൻ താമസം ഉണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിക്കണം. ഉരുളക്കിഴങ്ങ് എൻ്റേത് ഇച്ചിരി വേവാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നി. ചിലപ്പോൾ ഉരുളക്കിഴങ്ങ് ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് വേവും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അത് വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ട് വെന്തു. അപ്പോഴേക്കും അരി വേവിച്ച് ഊറ്റി വെച്ചിരുന്നു. അതും അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. തീരെ ആ വെജിറ്റബിൾസ് വെന്തത് തീരെ ഡ്രൈ ആയി പോകരുത്. ചെറിയൊരു കുഴമ്പ് പരുവത്തിന് വേണം ഇരിക്കാനായിട്ട്. എന്നാലേ അരിയിലേക്ക് അതെല്ലാം ഒന്ന് പിടിക്കുകയുള്ളൂ. എന്നാൽ ഒത്തിരി വെള്ളവും ആകരുത്. അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത് ഉപ്പൊക്കെ നോക്കി പാകമാണ്. അതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി. അരി കുഴഞ്ഞു പോവരുത്. ആ പരുവത്തിന് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി വീണ്ടും തീ നന്നായിട്ട് കുറച്ച് വെച്ച് അടച്ചു വെച്ച് നമ്മൾ ഒന്ന് ആവി കയറട്ടെ. തീ നന്നായിട്ട് കുറച്ച് വെച്ച് ആ സമയത്ത് വേണമെങ്കിൽ അല്പം നെയ്യ് ചേർക്കാം. ഇപ്പം അതിലേക്ക് നന്നായിട്ടെല്ലാം പിടിച്ച് അരിയിലേക്കെല്ലാം അരപ്പൊക്കെ പിടിച്ച് നല്ല ഭംഗിയുള്ള ഒരു സ്വാദിഷ്ടമായൊരു റൈസാണ്. വലിയ സ്പൈസൊന്നുമില്ല. അതിലേക്ക് നമുക്ക് വറുത്ത അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചേർക്കാം. മല്ലിയില ചേർക്കാം. വേണമെങ്കിൽ പുതിനയില ഉണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ വേറൊരു രുചിയാകും. അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റെങ്കിലും അതവിടെ അടഞ്ഞിരിക്കട്ടെ. അപ്പോൾ എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് യോജിക്കും. വളരെ എളുപ്പമാണ്. സ്പൈസൊക്കെ വളരെ കുറവാണ്. വളരെ ലൈറ്റായിട്ടുള്ള ഒരു എരിവൊക്കെയാണ് അതിനുള്ളത്. വളരെ രുചിയുള്ള ഒരു റൈസാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഹരേ കൃഷ്ണ.